ചേട്ടാ ഇപ്പോൾ അപകടങ്ങളെ ഒന്നും നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എങ്കിലും ചിലപ്പോൾ അത് മുന്നറിയിപ്പ് നൽകാൻ പറ്റും ഈ ജ്യോതിഷത്തിലൂടെ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. പലരും ഇത് പ്രവചനമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് ഇത് പ്രവചനമാണെന്ന് പറഞ്ഞാലുള്ള ഒരു അപകടം എന്താ വെച്ചാൽ പിന്നെ അമ്പലങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. കാരണം നമുക്ക് ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സമയമോശമുള്ള സമയത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് കണ്ടകശനിയാണ്. ഇപ്പൊ കണ്ടകശനി സമയത്ത് ഇപ്പൊ പൊതുവിൽ സമയമോശമുള്ള സമയത്ത് അകാലചര്യാം മൃഗയാം ച സാഹസം സ്വദൂരയാനം ഗജവാജി വാഹനം ഗൃഹാപരേഷാം ഗമനം ച വർജയിൽ ഗൃഹേഷു രാജ വിഷമസ്ഥിതേഷു എന്നൊക്കെ പറഞ്ഞ മധ്യമുണ്ട്. പൊതുവെ മോശ സമയത്ത് അകാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുക. വാഹനങ്ങൾ ഈ ഗജവാജി വാഹനം എന്നാണ് ആനയും കുതിര ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം വണ്ടിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് എടുക്കാം. വാഹനം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം. അപ്പൊ നമ്മൾ ഇതിനൊരു പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാൻ പറയും, അവിടെ അർച്ചനയും നീരാജനവും നടത്താൻ പറയും. അപ്പൊ എന്താണ് നമ്മളുടെ വിശ്വാസം? നമുക്ക് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുപോയി എന്ന നിലയിൽ നമ്മൾ അതിൽ നിന്ന് മാറും. ഇതൊരു വഴികാട്ടിയായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറയുമോ, നിങ്ങൾക്കിപ്പോ കണ്ടകശനി സമയത്ത് നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ അമിത വേഗതയിൽ പൊക്കോളൂ, അശ്രദ്ധമായി ഓടിച്ചോളൂ. നിങ്ങൾ വിശ്വാസമുള്ള ആളാണെങ്കിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, അമിത വേഗതയിൽ പോകാതിരിക്കുക, അശ്രദ്ധമായി വണ്ടി ഓടിക്കാതിരിക്കുക. അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പ്രവചനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ മേഘയുടെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രവചനമാണെങ്കിൽ അത് സംഭവിക്കണം. പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പോയാലും സംഭവിക്കണം, നിങ്ങൾ പൂജകൾ ചെയ്താലും സംഭവിക്കണം, ഹോമം ചെയ്താലും സംഭവിക്കണം, എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കണം. നിങ്ങൾ ഇങ്ങനൊരു പരിഹാരം കൂടെ പറഞ്ഞു തരാറുണ്ടല്ലോ പലപ്പോഴും. ഞാൻ പറഞ്ഞ അപ്പൊ പ്രവചനമല്ല. ഇപ്പൊ മേഘ ആ പോകുന്ന വഴിക്ക് ഒരു കുഴിയിൽ വീണിരിക്കണം എന്ന് പറയുന്നത് പ്രവചനം. എന്നാൽ ആ പോകുന്ന വഴിക്ക് ഒരു കുഴിയുണ്ട്, സൈഡിൽ കൂടെ പോയാൽ വീഴാതെ പോകാം എന്ന് പറയുന്നത് പ്രവചനമല്ല. ജ്യോതിഷം അതാണ്. ഈ കുഴിയിൽ വീണിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വീണ് മാറിപ്പോയാലും അപ്പുറത്തെ ഒരു കുഴിയിൽ വീഴണം. അതാണ് പ്രവചനം. ഇത് വഴികാട്ടിയാണ്. അപ്പൊ അതിനാണ് പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രവചനമല്ല, ഇത് സൂചനകളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇത് പഠിച്ച ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ വിശ്വാസമുള്ള ആളാണെങ്കിൽ അത് ശ്രദ്ധിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ 7ാം ശനിയിൽ ജന്മശനി എന്ന് പറയുന്ന ഒരു കാലമാണ്. ഞാൻ ഉത്തരട്ടാതി നാളാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഇത് ഫലമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അപവാദങ്ങൾ കേൾക്കാൻ വളരെ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ചിലപ്പം ചില ആളുകളൊക്കെ നമ്മളെ രൂക്ഷമായി ഇപ്പൊ വിമർശിക്കും. നമ്മൾ മിണ്ടാണ്ട് ഒരു സൈഡിൽ കൂടെ പോകണം. കാരണം എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട്. ട്രാപ്പ് കെടുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് ശത്രുതയുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ വളരെ കരുതിക്കോണം. വാഹനം വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട സമയമാണ്. പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മഴ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മതിലിടിഞ്ഞു പോവുക, അല്ലെ വീടിന് കേടുപാടുകൾ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലല്ലോ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ പ്രശ്നം. ഇതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഒരു ഉപദേശം കൂടാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഈ സമയത്താണ് നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ ഇതിനെ നമ്മൾ എങ്ങനെ കച്ചവടവൽക്കരിക്കുന്നതിനൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കിപ്പോ 7ാം ശനിയിൽ ജന്മശനിയാണ്. എന്നോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം ഇപ്പോൾ, കാരണം നിങ്ങൾ ഫിനാൻഷ്യൽ ഇടപാടുകൾ ശ്രദ്ധിക്കണം, വാഹനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം, നിങ്ങൾ അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, അയ്യപ്പ ക്ഷേത്രത്തിൽ ഒന്ന് പോവുക, അർച്ചനയും നീരാജനവും നടത്തുക. അത് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം. ഇതിനെ കച്ചവടവൽക്കരിക്കുന്നത് ഇതേ സാധനം പറയുകയാണ്, ഭയങ്കര പ്രശ്നമാണ്, വലിയൊരു അപവാദത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളൊരു 30,000 രൂപ കൊണ്ട് കൊണ്ടുതരൂ, ഞാനിത് ഹോമം ചെയ്ത് മാറ്റാം എന്ന് പറയുന്നതാണ് ഇതിലെ തട്ടിപ്പ്. ഞാൻ ആ തട്ടിപ്പ് ഭാഗത്തെയാണ് എതിർക്കുന്നത്. മറ്റത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷനാണ്. ഈ പ്രവചനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ വാഹനാപകടം ഉണ്ടായപ്പോ ഒരു പ്രമുഖ ജ്യോത്സ്യൻ പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദങ്ങളൊക്കെ, അതെ, വിമാനാപകടം ഉണ്ടായപ്പോ. വിമാനാപകടം ആരും പ്രവചിച്ചു എന്ന് പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞൊരു പ്രമുഖ ജ്യോത്സ്യൻ വിമാനാപകടം ഉണ്ടാവുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു, അത് നടന്നു എന്ന് പറഞ്ഞിട്ടൊരു ജ്യോത്സ്യനല്ല, ഒരു പാസ്റ്ററിന്റെ ഒരു സാധനമാണ് ഞാൻ കണ്ടത്. അദ്ദേഹം 2024 അങ്ങനെയുള്ള പ്രവചനങ്ങൾ പലപ്പോഴും 2024 ഒരു പാസ്റ്റർ, അങ്ങനെ ക്രിസ്തീയ പുരോഹിതനാണ്, പാസ്റ്ററാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. അദ്ദേഹം 2024 പറഞ്ഞു, ഞാൻ ഒരു വിമാന അപകടം കാണുന്നു. ഇങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ട, ഞാൻ ഒരു വിമാന അപകടം കാണുന്നു, ആ വിമാനം തകർന്ന് പതിക്കുന്നു, 90% പോകുന്നു, വിമാനം തകർന്നു പോകും. സ്വാഭാവികമായിട്ട് വിമാനം വീണാൽ 90% പോകുന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യം. ഞാൻ പറയുന്നത് ഇത് പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇന്ന ദിവസം, ഇന്ന സമയം, ഇന്ന വിമാനം,
ഇന്നടത്ത് തകരും എന്ന് പറയുന്നതാണ് പ്രഡിക്ഷൻ. മറ്റതെങ്ങനെ പ്രഡിക്ഷൻ ആവുക? ഇപ്പൊ ഈ വാങ്കയുടെ ഒക്കെ ഇത് പറയുന്ന സമയത്ത് ഇന്ന ദിവസം തന്നെ വേണ്ട, ഒരു 15 ദിവസം കഴിഞ്ഞാലും അത് നടക്കാം എന്നൊക്കെ പറയുന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ മേഘയ്ക്ക് വെറുതെ ഇന്നിരുന്നിട്ട് പറയാം, ഈ 2025 കഴിയുന്നതിന് മുമ്പ് ലോകത്തെവിടെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാകും, ഉണ്ടായിരിക്കും വേണം പറഞ്ഞു. അന്നത്തെ ദിവസം മേഘ പറയാം ഞാൻ ഇത് പഠിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുന്നേ. നിങ്ങളിപ്പോ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന ഈ ദിവസം മുതൽ 2025 തീരുന്നിടം വരെ അതിനകം ലോകരാജ്യങ്ങൾ എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കും. പക്ഷെ അത് ഇന്ന സ്ഥലത്താണ്, ഇന്ന ദിവസമാണ്, ഇന്നതുപോലാണെന്ന് പറയാൻ പറ്റില്ല. പ്രവചനാവുക അത് ആർക്കും പറയാവുന്നതാണ്. 2025 തീരുന്നതിന് മുമ്പ് ഒരു വലിയ വാഹന അപകടം ഉണ്ടായിരിക്കും, എഴുതി വെച്ചു, ഉണ്ടായിരിക്കും. പക്ഷെ അത് ഇന്ന സ്ഥലമാണ്, ഇന്നടത്താണ് പറയാൻ കഴിയില്ല. 2025 തീരുന്നതിന് മുമ്പ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായിരിക്കും, പക്ഷെ അത് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് അത് പ്രവചനം, അല്ലാതെ ആർക്കും പറയാതെ. ഇപ്പൊ മേഘയ്ക്ക് നാളെ ഇരുന്നിട്ട് പറയാം 2025 ഒരു ഭൂകമ്പം ഉണ്ടാവും, 2025 വാഹന അപകടം ഉണ്ടാവും, വിമാന അപകടം ഉണ്ടാവും, യുദ്ധം ഉണ്ടാകും, വലിയ രോഗങ്ങൾ ഉണ്ടാവും, പകർച്ചവ്യാധികൾ പിടിപെടും, വൈറസ് ബാധ ഉണ്ടാവും. മനസ്സിലായി? ഇത് ഇന്ന ദിവസം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. പിന്നെ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ അത് ഫലിക്കും, പോസിറ്റീവ് പറയാൻ പോകരുത്. ഇപ്പം ഞാൻ പറയാം, ഞാൻ വളരെ ബഹുമാനിക്കുന്നൊരു ജ്യോത്സ്യനുണ്ട്. വളരെ ബഹുമാനിക്കുന്ന വെച്ചാൽ അദ്ദേഹം ഈ തട്ടിപ്പൊലി പരിപാടികൾക്ക് പോകാത്ത ഒരാളെന്ന് വന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നു. ഞാൻ പേര് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ട്രോൾ ചെയ്യുന്നറിയും? അദ്ദേഹം പ്രളയം ഉണ്ടാകില്ല എന്ന് പറയുകയും വലിയ മഴ പെയ്യില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ്. അതേസമയം നിങ്ങളൊന്ന് തിരിച്ചെടുത്തേ, അദ്ദേഹം പറയാണ് വലിയ മഴ പെയ്യും, പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം സേഫ് സോണിലായിരിക്കും. കാരണം എവിടെങ്കിലും ഒരു പ്രളയം ഉണ്ടാകും, എവിടെങ്കിലും മഴ പെയ്യും. ഇത് റിവേഴ്സ് പറഞ്ഞാൽ അത് പ്രശ്നമില്ല, നെഗറ്റീവ് പറഞ്ഞാൽ അത് നടക്കുന്നേ. ഇപ്പൊ മേഘയ്ക്ക് ചുമ്മാ പറയാം 2025 ഒരു വലിയ പ്രളയം ഉണ്ടാകും, 100% ഉണ്ടായിരിക്കും. പ്രവചനമാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ റിയോ തൽസുഖി പല പ്രവചനവും ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രവചനം എവിടെ പൊളിഞ്ഞെന്നറിയും? ഡേറ്റ് പറഞ്ഞുകൊണ്ട്. ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ അതിനുശേഷം ഭൂകമ്പം ഉണ്ടായി ജപ്പാനില്. ലോകത്ത് നടക്കുന്ന ഭൂകമ്പങ്ങളിൽ ഏകദേശം 18% ഭൂകമ്പം ഉണ്ടാകുന്നത് ജപ്പാനിലാണ്, എപ്പോഴും ഉണ്ടാവും. റിയോ തൽസുഖിക്ക് പെട്ടുപോയത് എവിടാന്ന് വെച്ചാൽ ഡേറ്റ് പറഞ്ഞു, ഡേറ്റ് പറഞ്ഞില്ലേ കറക്റ്റ് ആണ് പ്രവചനം, അതിനുശേഷം ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പൊ പ്രവചനമാണെങ്കിൽ എന്ത് വേണം? ഡേറ്റ്, ടൈം. കാരണം ഇത്ര അറിയാൻ പറ്റുന്നവർക്ക് അതുകൂടെ അറിയേണ്ടി. അതെന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ഇത് അങ്ങനെ പ്രവചിക്കാൻ കഴിയില്ല. ഈവൻ ജ്യോതിഷം പോലും പ്രവചനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, സൂചനകളാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം നൽകുന്നത്, പ്രവചനമല്ല. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര മുൻകരുതൽ എടുത്താലും അതെന്റെ ജീവിതത്തിൽ സംഭവിക്കണം, പ്രവചനമാണെങ്കിൽ. മറ്റത് അങ്ങനെയല്ല.